നമസ്കാരം. കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത വലിയ പ്രതിഭാസമാണ് CPM-നുള്ളിൽ ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ടായത്. അതുവരെ എല്ലാവരും കരുതിയത് പിണറായി വിജയന് പറയുന്നതിലപ്പുറം ആരും അനങ്ങില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ പൊട്ടിത്തെറി, അതിനുശേഷം അതേപോലെ മലമ്പുഴയിലുണ്ടായ പൊട്ടിത്തെറി, അതേപോലെ ഒറ്റപ്പാലത്തുണ്ടായ പൊട്ടിത്തെറി, അതിനേക്കാൾ ഭീകരമായിട്ട് ഉണ്ടായ പൊട്ടിത്തെറിയാണ് സുധാകരൻ്റേത്. ഈ 4-5 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ, CPM-ൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ അതിൻ്റെ സാധാരണ അണികൾക്ക് നേരത്തെ മനസ്സിലുണ്ടായ ചിന്ത മാത്രമാണ്. കേരളത്തിലെ CPM-ൻ്റെ ഉള്ളിലുള്ള അണികൾ, സാധാരണ അണികൾ കഴിഞ്ഞ തവണ, അതായത് കേരളത്തിൽ കേരയിൽ എന്ന് പറയുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഞ്ഞക്കല്ലുമായി പല പാവപ്പെട്ട CPM അണികളുടെ വീട്ടിൽ കയറി അവിടെ അടുപ്പിൽ പോലും കുറ്റി സ്ഥാപിക്കാൻ പോയപ്പോൾ അന്നേ CPM അണികൾ നിശ്ചയിച്ചതാണ് ഇവിടെ നിന്ന് പിണറായി വിജയനെ ഒട്ടിക്കണമെന്ന്. നമുക്കറിയാം, അദ്ദേഹം ക്ലിഫ് ഹൗസ് നന്നാക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ പശുത്തൊഴുത്തിനും 50 ലക്ഷം രൂപ സ്വിമ്മിംഗ് പൂളിനും ലിഫ്റ്റ് വെക്കാൻ 25 ലക്ഷം, അങ്ങനെയുള്ള ദൂർത്തും കേരളം മുഴുവൻ 41 വണ്ടി പോലീസിന് സഹായത്തോടെ ജനങ്ങളിൽ നിന്ന് അകന്ന് ഏകാധിപതിയെ പോലെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ തന്നെ ജനങ്ങൾ CPM-ൻ്റെ അണികൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നിരുന്നു. CPM-ഉമായി സാധാരണ പ്രവർത്തകരുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതാവായി പിണറായി വിജയൻ മാറിയിട്ട് കുറേ കാലമായി. 2016 VS അച്യുതാനന്ദനെ രംഗത്തിറക്കി വോട്ട് നേടി അങ്ങനെയാണ് തന്ത്രശാലിയായ പിണറായി വിജയൻ അധികാരത്തിലേക്ക്. അവസാനം VS അച്യുതാനന്ദന് അധികാരം കൊടുത്തില്ല. VS അച്യുതാനന്ദനെ ചതിച്ചതിന് അതിനാൽ പകരം വിട്ടാൻ തന്നെയാണ് CPM-ൻ്റെ പ്രമുഖനായ ആളായിരുന്ന, അതേപോലെ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ആയിരുന്ന സുരേഷ് മലമ്പുഴയിലെത്തിയത്. മലമ്പുഴയിൽ നിന്നുള്ള വാർത്ത അത്ര ശുഭകരമല്ല. അവിടെയുള്ള CPM-ൻ്റെ അണികൾ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് CPM പ്രവർത്തകർ സുരേഷിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങി എന്ന് പറയുന്ന സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അവിടെ CPM-ൻ്റെ ഇന്നലെ വരെ ആർക്കും കയറി പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും CPM-ൻ്റെ അണികൾ ഒന്നിച്ച് സുരേഷിന് വേണ്ടി ഇലക്ഷന് വോട്ടിനിറങ്ങുകയും ഇപ്പം ഈ അവസാന നിമിഷത്തിൽ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് കരുതുന്ന CPM പ്രവർത്തകർ പോലും സുരേഷിന് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. മാത്രമല്ല പലരെയും കൂട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ സുരേഷിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, പോവുകയാണ് എന്ന്. അതിൻ്റെ അർത്ഥം മലമ്പുഴ ഈസി ആയിട്ട് വിജയിക്കാമെന്നുള്ള പറയുന്ന സ്ഥലത്ത് സുരേഷ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അതായത് VD സതീശൻ്റെ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമാണ് VS അച്യുതാനന്ദൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, പ്രിയപ്പെട്ട നിഴൽ പോലെ VS അച്യുതാനന്ദനെ കാത്തു സംരക്ഷിച്ചിരുന്ന, അദ്ദേഹത്തെ എല്ലാ തരത്തിലും നോക്കി 101 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന, അദ്ദേഹത്തിന് മരുന്നും എല്ലാ കാര്യങ്ങളും നോക്കി അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്ത സുരേഷ് സ്ഥാനാർത്ഥി വന്നത്. ഇതുപോലെ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ രണ്ടാമത്തെ കാര്യമാണ് അമ്പലപ്പൊടി സുധാകരൻ എന്ന് പറയുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ച, ഒരു അഴിമതി പോലും നടത്താത്ത, ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സപ്പോർട്ട് കൂടി രംഗത്തിറങ്ങിയത്. CPM-നുള്ളിൽ ചെറിയ അലവസരമൊന്നുമല്ല. ആലപ്പുഴയും കൊല്ലത്തും എറണാകുളത്തും പത്തനംതിട്ടയിലുമെല്ലാം അതിൻ്റെ വലിയ അനുരണയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിൽ മുഴുവൻ ബാധിച്ച CPM അണികൾക്കുള്ളിൽ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് സുധാകരൻ വഴി വന്നത്. അതേപോലെ തന്നെയാണ് ആയിഷപ്പറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാ എതിരാളികളെ രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. VS അച്യുതാനന്ദൻ പക്ഷക്കാരിയായതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ യാതൊരു വിലയും കൽപ്പിച്ചില്ല. അവസാനം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാ തരത്തിലും മാനസികമായ പീഡനം സഹിച്ച് അവർ കഴിഞ്ഞുകൂടാൻ തയ്യാറായിരുന്നില്ല. അവർ ധൈര്യപൂർവ്വം രംഗത്ത് വരികയും അവർ CPM-ൻ്റെ വിമത സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി ബാലഗോപാലിനോട് ഏറ്റുമുട്ടാൻ രംഗത്തിറങ്ങി. അവിടെയും ഇതേപോലെ ആയിരക്കണക്കിന് CPM പ്രവർത്തകരാണെന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എത്തിയത് പരസ്യമായി ഡിക്ലെയർ ചെയ്തുകൊണ്ട്. ഇതിലപ്പുറമാണ് കേരളത്തിൻ്റെ CPM-ൻ്റെ ഏറ്റവും ശക്തി സ്ഥലം ഏതെന്ന് വെച്ചാൽ അത് പയ്യന്നൂരാണ്. ഒരു കാലഘട്ടത്തിലും പയ്യന്നൂരിനെ തൊടാൻ ഒരു രാഷ്ട്രീയ ശക്തിയും കഴിഞ്ഞില്ല. 1977 കേരളം മുഴുവൻ ആഞ്ഞു വീശി ഐക്യമുന്നണിക്ക് അനുകൂലമായ കാറ്റടിച്ച വീശിയപ്പോഴും പയ്യന്നൂരായി നിന്നിരുന്നു. ആ പയ്യന്നൂരിലാണ് നമ്മുടെ V കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധനരാജിൻ്റെ രക്തസാക്ഷി കേസിൽ രക്തസാക്ഷി ഫണ്ട് രൂപീകരണം വലിയ കൊള്ള നടന്നിട്ടുണ്ട്. അവിടുത്തെ MLA ഒന്നാമത്തെ കള്ളനാണ്, അതിൻ്റെ തെളിവുകളിതാ എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നത്. അതോടുകൂടി പയ്യന്നൂരിലുണ്ടായ മാറ്റം ചെറുതൊന്നുമില്ല.
ആയിരക്കണക്കിന് CPM പ്രവർത്തകരാണ് ഇന്ന് വി കുഞ്ഞികൃഷ്ണന് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് CPM കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് തളിപ്പറമ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അതായത് TK ഗോവിന്ദൻ, ആ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന, എല്ലാവർക്കും മാതൃകയായ, നടന്നും ഓടി ചെന്നും പല സ്ഥലങ്ങളിലും മലകൾ കയറിയും പുഴകൾ കടന്നും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രീകണ്ഠപുരത്ത് പ്രവർത്തിച്ച TK ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ ഇലക്ഷൻ നിർത്തിയ MV ഗോവിന്ദനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദൂർ സാജന്റെ കൊലപാതകിയായ ശ്യാമളയെ ഒറ്റപ്പെടുത്തണം, ഇത് കുടുംബവാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അർഹതയില്ലാത്ത ഒരാൾക്കാണ് അവർ സീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരികയും അവിടെ നടക്കുന്നത് 100% CPM അണികൾ അവിടെ TK ഗോവിന്ദന്റെ കൂടെ പ്രവർത്തിക്കുന്നു. ഇതിനപ്പുറത്തേക്കാണ് PK ശശി സ്വന്തം പാർട്ടിയിൽ തന്നെ തീവ്രത അളക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ ഒരാളാണ്. ഒറ്റപ്പാലത്ത് വലിയ വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, കേരളത്തിൽ CPMന്റെ ശക്തരായ നേതാക്കന്മാരെ കണ്ടെത്തി രംഗത്തിറക്കിയ VD സതീശന്റെ തന്ത്രങ്ങളെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടി. വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇനിയും വിസ്മയങ്ങൾ വേണോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. ഈ വിസ്മയങ്ങൾ വലിയ അത്ഭുതകരമായ പൊട്ടിത്തെറികളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലുടനീളം സാധാരണ അണികൾ ഇപ്പോൾ കൃത്യമായി നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബൂർഷകളായി മാറിയ കേരളത്തിലെ വലിയ കൊള്ളക്കാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ കള്ളനും കൊള്ളക്കാരനുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരള ഭരണം കൊണ്ട് പിണറായി വിജയനും കുടുംബവും രക്ഷപ്പെട്ടു. അവരെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവർ രക്ഷപ്പെടുന്നു. ഒരു തരത്തിൽ അദ്ദേഹത്തെ കൊടുക്കുന്നില്ല, ഒരു തരത്തിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല. ലാവ്ലിൻ കേസായാലും സ്വർണ്ണക്കൊള്ളയായാലും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പായാലും അതേപോലെ കരിമണൽ തട്ടിപ്പായാലും മകൾ ഉൾപ്പെട്ട കേസായാലും ഏത് കേസായാലും പിണറായി വിജയന് സംരക്ഷണമാണ് BJP ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CPM എന്നുള്ള പ്രസ്ഥാനം നരേന്ദ്രമോദിയുടെ കാൽക്കൽ കീഴിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അടിമപ്പണിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. കാരണം സ്വയം മുഖം രക്ഷിക്കാൻ വേണ്ടി അതേ മാർഗമുള്ളൂ, പാർട്ടിയെ അടിയുറ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിന് കോഴിക്കോട് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ നിന്ന് വൻ വിജയം നേടിയ PV അൻവർ കോഴിക്കോട് മരുമോനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയതോടെ അവിടെ സാധാരണ CPM അണികൾ ഒറ്റക്കെട്ടായി PV അൻവറിന്റെ കൂടെയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇന്ന് അവിടെ CPMനെ ഞെട്ടിച്ചിരിക്കുകയാണ് പല മേഖലകളിലും. ബേപ്പൂര്, കടലുണ്ടിയായാലും അതേപോലെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലായാലും എല്ലാ മേഖലകളിലും ഒരേപോലെ ഈ CPM PV അൻവറിനോടൊപ്പം അവർ രംഗപ്രവേശം ചെയ്ത് പരസ്യമായി CPMനെ വെല്ലുവിളിച്ച് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പിണറായി വിജയനെ ചെറുതായിട്ടൊന്നും അവസരപ്പെടുന്നപ്പോൾ MV ഗോവിന്ദനെയാണ് കാണാനില്ല. എല്ലാ മേഖലകളിലും CPMനെ നയിക്കാൻ ആളില്ലാതായി. പിന്നെ ആപ്പാടെ ഉള്ളത് സ്വരാജാണ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ അയ്യപ്പനെ കൊണ്ട് നമ്മുടെ മാളികപ്പുറത്തമ്മയെ കൊണ്ട് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച മഹാനായ നേതാവാണ് അദ്ദേഹം. അതിൻ്റെ പേരിൽ പഴി കേൾക്കാത്ത ഏതെങ്കിലും ദിവസം ഈ സ്വരാജിന് ഉണ്ടായിട്ടുണ്ടോ, പാർട്ടിക്കുണ്ടായിട്ടുണ്ടോ? പാർട്ടിക്ക് ഇത്രയധികം നാശമുണ്ടാക്കിയത് ഈ പറയുന്ന സ്വരാജിന്റെ ഈ ഒറ്റ പ്രസംഗം കൊണ്ടാണെന്നുള്ളത് കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്കെല്ലാം അറിയാം. സ്വർണ്ണക്കൊള്ള ചെയ്തതിന് സാധാരണ CPM അണികളാണ് CPMനെതിരെ ശക്തി കേന്ദ്രങ്ങളിൽ ആഞ്ഞടിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ എല്ലാ മേഖലകളിലും ഇലക്ഷൻ സമയത്ത് വരികയാണ്. എന്തായാലും പിണറായി വിജയനെ കാത്തിരിക്കുന്നത് ചെറിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കില്ല, വലിയ ഭീകരമായ തിരിച്ചടിയായിരിക്കും. കാരണം അത് ഒന്നൊന്നര തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.